അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹി ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിരിക്നാ വആലി കുല്ലിൻ വസഹാബത്തി അജ്മഈൻ. മഹാനായ ഹാജ റളിയല്ലാഹു അൻഹു ഗരീബ് നവാസ്, പാവങ്ങളുടെ അത്താണി എന്നറിയപ്പെടുന്ന മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവിടുന്ന് എന്നും ഇന്ത്യയുടെ സുൽത്താനായി നിലനിൽക്കുന്നു എന്ന് ചരിത്രം നമ്മോട് വിളിച്ചോതിത്തരുന്നുണ്ട്. സർവ്വജനങ്ങളും ഭരണാധികാരികളും അതുപോലെ പാവങ്ങളിൽ പാവങ്ങളായ അശരണരായ ആളുകളും ആ തിരുസവിധത്തിൽ ചെന്നുകൊണ്ട് ജീവിതകാലത്ത് എന്ന പോലെ തന്നെ സർവ്വ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിച്ചുകൊണ്ടാണ് അവിടുന്ന് സായുജ്യത്തോടെ മടങ്ങുന്നത് എന്ന് എന്നും അവിടെ കാണുന്ന ചരിത്ര യാഥാർത്ഥ്യമാണ്. മഹാനായ അക്ബർ ചക്രവർത്തി ഇന്ത്യ ഭരിച്ച ഭരണാധികാരികളിൽ പ്രമുഖനായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ആൺകുട്ടികൾ ഉണ്ടാകുന്നു, ഉടനെ തന്നെ മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ പല പരിഹാരവും അദ്ദേഹം സ്വീകരിച്ചെങ്കിലും അവസാനം ചിസ്തി തരീക്കത്തിലെ അക്കാലഘട്ടത്തിലെ പ്രമുഖനായ സലീം ചിസ്തി എന്ന മഹാന്റെ അടുത്താണ് എത്തിപ്പെടുന്നത്. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയുന്നു, എന്താണ് നിങ്ങളുടെ വിചാരം? നിങ്ങൾ ഭരിക്കുന്ന സുൽത്താനാണെന്നാണല്ലേ? ശരി തന്നെ, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സുൽത്താൻ താങ്കളല്ല, അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു ആണ്. അക്ബർ ചക്രവർത്തി ഇത് കേട്ടുകൊണ്ട് മനസാന്തരം വരികയും അദ്ദേഹം ത്യാഗത്തിനൊരുങ്ങി കാൽനടയായി അദ്ദേഹം അജ്മീറിലേക്ക് വന്നു. അദ്ദേഹം ഏറെ നേരം പ്രാർത്ഥനയിൽ മുഴുകി മഹാനെ തവസ്സിലാക്കി ആൺമക്കളുടെ നഷ്ടത്തെക്കുറിച്ച് ഹാജിയോട് വിസ്തരിച്ച് സമ്പത്തിയോടുകൂടി തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരികയാണ്. നാളുകൾ കഴിഞ്ഞില്ല, ഭാര്യ ഗർഭിണിയാവുകയും മാസങ്ങൾക്ക് ശേഷം നല്ലൊരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ഹാജിയുടെ പോരിശാൽ അല്ലാഹു തആല നൽകിയ വരദാനം, ആ കുഞ്ഞിന് പേര് നൽകിയത് സലീം എന്നാണ്. ചിസ്തി മാർഗത്തിൽ അക്കാലഘട്ടത്തിലെ പ്രഗത്ഭനായ തനിക്ക് ഹാജിയിലേക്കുള്ള മാർഗദർശനം നൽകിയിട്ടുള്ള മഹാൻ സലീം ചിസ്തി ആയതുകൊണ്ട് തന്നെ ആ പേര് നന്ദിയായി കൊണ്ട് വെച്ചതായിരുന്നു. മഹാനവറുകൾ നിർദ്ദേശിച്ചതനുസരിച്ച് അക്ബർ ചക്രവർത്തി അന്ന് പോയെങ്കിലും പിന്നീട് 20ഓളം തവണ കാൽനട യാത്രയായിക്കൊണ്ട് അജ്മീറിലെത്തിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ അജ്മീറിലേക്ക് അദ്ദേഹം നിരവധി സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് അജ്മീറിൽ രാവിലെയും വൈകുന്നേരവും പാവങ്ങൾക്ക് വേണ്ടി നൽകുന്ന അജ്മീറിലെ കഞ്ഞി വെക്കുന്ന വിശാലമായ ചെമ്പ്, അത് അക്ബറിന്റെ സംഭാവനയാണ്. അതിന് സമീപത്ത് നിൽക്കുന്ന അക്ബരി മസ്ജിദ് ഏവർക്കും കാണാവുന്നതാണ്. നിരവധി ബിൽഡിങ്ങുകൾ നൽകിയിട്ടുണ്ട് അക്ബർ ചക്രവർത്തി. പിന്നീട് അങ്ങോട്ട് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാം, ജഹാംഗീർ ചക്രവർത്തി ആർഭാടപൂർവ്വം സിയാറത്തിന് വരാറുണ്ടായിരുന്നെങ്കിലും എത്രയോ ദൂരെ എത്തുമ്പോൾ അതെല്ലാം ഒഴിവാക്കി നഗ്നപാതനായിക്കൊണ്ടാണ് ഹാജിയുടെ സമീപത്തേക്ക് ചെല്ലാറുണ്ടായിരുന്നത്. ഷാജഹാൻ ചക്രവർത്തി സാരഥ്യം ഏറ്റെടുക്കുന്നതിന് മുമ്പും അതിനുശേഷവുമെല്ലാം നിരവധി തവണ അവിടെ ചെന്നിട്ടുണ്ട്. ഷാജഹാൻ മസ്ജിദ് അദ്ദേഹത്തിന്റെ നിർമ്മിതിയാണ്. അതുപോലെ ആലംഗീർ മുഹീദ്ദീൻ ഔറംഗസീബ് ചക്രവർത്തി മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ സൂഫി വര്യനും പണ്ഡിതനുമായ ചക്രവർത്തിയായിരുന്നല്ലോ. മഹാനവറുകൾ ഇടയ്ക്കിടെ തൻ്റെ പട്ടാളക്കാരൊന്നിച്ച് ഹാജിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ മഹാനവറുകൾ ഹാജ റളിയല്ലാഹുവിനെ സന്ദർശിക്കുമ്പോൾ കുറെ കണ്ണുപൊട്ടന്മാരായ യാചകരെ അവിടെ കാണുകയാണ്. അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എത്ര വർഷമായി ഇവിടെ കഴിയുന്നു? പലരും പല സമയം പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ സിയാറത്ത് ചെയ്ത് തിരിച്ചു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും തല ഉടലിലുണ്ടാവുകയില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഹാജിയുടെ സമീപത്ത് ഞങ്ങളെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് വന്നത് എന്നായിരുന്നു. അതുകൊണ്ടാണ് ഔറംഗസീബ് ചക്രവർത്തി അങ്ങനെ പറഞ്ഞത്. അതെ, ഔറംഗസീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകുമെന്ന് അവർക്കറിയാം.
അവരാകെ ഭയവിഹ്വലരായിക്കൊണ്ട് ഹാജിയുടെ സമീപത്തിലേക്ക് ഓടിച്ചെല്ലുകയായിരുന്നു. മനസ്സ് പൊട്ടി ഹാജിയുടെ മുമ്പിൽ ഹാജിയെ തവസ്സിലാക്കിക്കൊണ്ട് ദുആ ചെയ്തു. ഉടനെ തന്നെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ഏറെ നേരത്തെ സിയാറത്തിന് ശേഷം മഹാനായ ഔറംഗസീബ് ചക്രവർത്തി തിരിച്ചു വരുമ്പോൾ ഈ അന്ധന്മാർ കണ്ണിന് താഴ്ച തിരിച്ചു കിട്ടിയവരായി അവിടെ നിൽക്കുന്നു. ചക്രവർത്തി ചോദിക്കുന്നു, എന്താണ് നിങ്ങളെ കാഴ്ച തിരിച്ചു കിട്ടിയോ? അതേ. അവര് വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു, അതേ, തിരിച്ചു കിട്ടി. മഹാനായ ഔറംഗസീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്രയും കാലം നിങ്ങൾ ഇവിടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ഹാജിയുടെ സമീപത്ത് വന്നുവല്ലേ? പക്ഷേ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഹാജിയോട് ഇതുവരെ ചോദിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കൽബിൽ തട്ടി ചോദിച്ചപ്പോൾ ഹാജ നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു തന്നു അല്ലേ? അതുകൊണ്ട് മഹാന്മാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നാം മനസ്സറിഞ്ഞുകൊണ്ടാണ് അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ജീവിതകാലം എന്ന പോലെ തന്നെ അവര് നമ്മെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മരണം എന്നുള്ളത് ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലോകത്തേക്കുള്ള മാറ്റമാണെന്നല്ലാതെ അവരുടെ കറാമത്തിനും അത്ഭുത സിദ്ധികൾക്കും ഏറെ വർധനവ് വരികയെന്നല്ലാതെ യാതൊരു കുറവും വരികയില്ല എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരെ മുൻനിർത്തി നമ്മൾ ചോദിക്കുമ്പോൾ ഔറംഗസീബ് ചക്രവർത്തി പറഞ്ഞതുപോലെ മനസ്സിൽ തട്ടി നാം ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ നൽകുക തന്നെ ചെയ്യും. അള്ളാഹു അതിനുള്ള കഴിവും ശക്തിയും അവർക്ക് നൽകിയിട്ടുണ്ട്. അത് നേരിട്ട് ചോദിക്കാം, അതുപോലെ തന്നെ തവസ്സുലാക്കിക്കൊണ്ടും ചോദിക്കാം. ഇസ്തിഗാസയായാലും തവസ്സുലായാലും, തവസ്സുലാകുമ്പോൾ അത് സുന്നത്താണെങ്കിൽ ഇസ്തിഗാസ അത് ജായിസുമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഹാജിയുടെ കറാമത്തുകൾ അന്നു മുതൽ ഇന്ന് വരെ നിരവധിയാണ്. അത് മുഴുവൻ വിശാലമായി പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികൾ അടക്കം ഹാജിയുടെ സമീപത്ത് ചൊല്ലുന്നു. ഡൽഹി ഭരിച്ചിരുന്ന ഔറംഗസീബ് അടക്കമുള്ള മുഗൾ ചക്രവർത്തിമാരുടെ രാജ്ഞിമാരും അവിടുത്തെ പുത്രിമാരുമൊക്കെ ഈ വിഷയത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. അവരെല്ലാം ഹാജിയുടെ മക്ബറ സന്ദർശിക്കുകയും എത്രത്തോളം പ്രസിദ്ധരായ ഷാജഹാൻ ജഹാനാറ എന്ന പ്രസിദ്ധി ആർജിച്ച മഹദി ചിസ്തി തരീക്കത്തിലെ ഒരംഗം കൂടിയായിരുന്നു മഹദി അവർകൾ. അവർ ഒട്ടേറെ ഹാജിയുടെ മാർഗത്തിലേക്ക് വേണ്ടി അവിടെ സംഭാവന ചെയ്തിട്ടുള്ള മഹദിയാണ്. ഇങ്ങനെ ആ കുടുംബത്തിൽ പലരെയും നമുക്ക് കാണാം. ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണറോടത്ത് അജ്മീറിൽ ഷഹബാസ് ഖാൻ എന്ന അഫ്ഗാൻ രാജാവ് സന്ദർശിച്ചത് ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അഫ്ഗാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൂർണ്ണമായും അദ്ദേഹം പരാജയത്തിലേക്ക് എത്തും എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് അജ്മീറിലേക്ക് വരുന്നത്. 1 മണിക്കൂറോളം അവിടെ കഴിച്ചുകൂട്ടി. അതിനുശേഷം അദ്ദേഹം സന്തോഷത്തോടു കൂടി തിരിച്ചു വരികയാണ്. എന്നാൽ സ്വപ്നത്തിലൂടെ ഹാജർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഉന്നതമായ വിജയം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ നിരവധി ചരിത്രങ്ങൾ നമുക്ക് കാണാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദും രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രഗത്ഭരായ ഭരണാധികാരികളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെയും ചരിത്രം അങ്ങനെ തന്നെയാണ്. രാജഗോപാൽ ആചാരി ദർഗ സന്ദർശിച്ച ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള മണിമാല ജീവിതത്തിൽ ഒരിക്കലും കൈവിടുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസ്താവ്യമാണ്. ഇങ്ങനെ പലരും അവിടെ എത്തി അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിപ്പിച്ചുകൊണ്ട് മടങ്ങിയത് ചരിത്രം നമ്മോട് പറഞ്ഞു തരുമ്പോൾ ആ മഹാനുഭാവന്റെ ആ വിശുദ്ധമായ ജീവിതം ഉൾക്കൊള്ളാനും ആ വിശുദ്ധമായ സമീപത്ത് ചൊല്ലാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.